പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാവരെയും ഗുഡ്നസ് ടിവിയുടെ വചനദീപ്തിയിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞ എൻ്റെ സഹോദരി സഹോദരന്മാരെ, മാതാപിതാക്കളെ, സ്നേഹമുള്ള കുട്ടികളെ, ഇന്ന് വചനത്തിലേക്ക് കടക്കുമ്പോൾ എനിക്ക് പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്ന ഒരു തിരുവചനം ഇതാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായത്തിൽ 34-ാം തിരുവചനമാണ്. പിതാവേ, അവരറിയാതെ ചെയ്തതാണ്, അവരോട് ക്ഷമിക്കണമേ. യേശുക്രിസ്തു കുരിശിൽ കിടക്കുമ്പോൾ, വേദനയാൽ പുളയുമ്പോൾ, കാരിരുമ്പാണികൾ കയ്യിലും കാലിലും അടിച്ചു കയറ്റുമ്പോൾ സഹിക്കാൻ വയ്യാതെ യേശു കുരിശിൽ നിന്ന് യേശു പറയുന്ന ആദ്യത്തെ മൊഴിയാണ്, ആദ്യത്തെ വാക്കാണ്, പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നത് എന്തെന്ന് അവർക്ക് അറിയുന്നില്ല. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ പുതിയ പ്രമാണം ഇപ്രകാരമാണെന്ന് നമുക്കറിയാം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. എന്നാൽ ഇവിടെ നടക്കുന്നതെല്ലാം യേശുക്രിസ്തു നന്മയുള്ളത് പ്രവർത്തിക്കുകയും നന്മയുള്ളത് സംസാരിക്കുകയും ജീവൻ്റെ വചനം സംസാരിക്കുകയും എല്ലാം ചെയ്ത് മക്കളെയെല്ലാം ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുപോകുന്ന സുവിശേഷത്തിലാകുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നത് യേശുവിന് ശത്രുക്കളുണ്ടാകുന്നു. ശത്രുക്കൾ യേശുവിനെ കൊല ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ അവർ പലവിധ നുണകൾ മെനഞ്ഞുണ്ടാക്കുന്നു. അങ്ങനെ യേശുവിനെ അവർ ട്രാപ്പിലാക്കുന്നു. യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരു പ്രധാന ശിഷ്യൻ തന്നെ അതിന് കൂട്ടുനിൽക്കുന്നു. പിന്നീട് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. യേശുവിനെ അവർ എത്രത്തോളം മർദ്ദിക്കുന്നു, പരിഹസിക്കുന്നു, കാർക്കിച്ചു തുപ്പുന്നു. എത്ര വേദനകൾ സഹിച്ചിട്ടാണ് യേശു ആ കാൽവരിയുടെ മലയിൽ യേശു എത്തുന്നത്. അവിടെ ചെല്ലുമ്പോൾ നമുക്കറിയാം, അത്രയും ഭീകരമായ രീതിയിലാണ് ഈശോയുടെ കുരിശുമരണം നടക്കുന്നത്. ആ വേദനകൾ സഹിച്ചുകൊണ്ട്, ആ പിടഞ്ഞുകൊണ്ട് യേശു ഉരുവിടുന്നതാണ്, പിതാവേ, അവർ അറിയാതെ ചെയ്തതാ, അവരോട് ക്ഷമിക്കണമേ. നമുക്കറിയാമല്ലോ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 43 മുതൽ 45 വരെയുള്ള തിരുവചനങ്ങളിൽ ഗിരിപ്രഭാഷണത്തിൽ മറ്റൊരു മലയിൽ വെച്ച് യേശു എല്ലാവരെയും പഠിപ്പിച്ചു ഇപ്രകാരം: ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അപ്പോൾ നിങ്ങൾ സ്വർഗീയ പിതാവിൻ്റെ മക്കളായിത്തീരും. ഇവിടെ യേശു പറഞ്ഞ ആ വചനം, ആ സന്ദേശം തൻ്റെ ജീവിതത്തിൽ യേശു പകർത്തുകയാണ്. യേശു മറ്റുള്ളവരോട്, തന്നെ ദ്രോഹിച്ചിട്ടുള്ളവരോട്, പരിഹസിച്ചിട്ടുള്ളവരോടൊക്കെ ക്ഷമിക്കുകയാണ്. നമുക്ക് തോന്നാം, അവരറിയാതെ എങ്ങനെയാണ് ചെയ്യുന്നത്? അവരൊക്കെ വലിയ വലിയ ശാസ്ത്രിമാരാണല്ലോ, ഫരിസേയരാണല്ലോ, മതപണ്ഡിതന്മാരാണല്ലോ, റോമൻ ഗവൺമെൻറ്റിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരാണല്ലോ, പിന്നെ എങ്ങനെയാണ് അവരറിയാതെ ചെയ്യുന്നത്? സ്നേഹമുള്ളവരെ, ഈ ലോകത്തിൻ്റെ അധിപൻ അവരുടെ കണ്ണുകളെ അന്ധമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അവർ ജ്ഞാനികളെന്ന് ഭാവിച്ചുകൊണ്ട് അവർ ഭോഷന്മാരായി തീർന്നു എന്ന വചനമാണ് ഇവിടെ നമ്മൾ അനുസ്മരിക്കേണ്ടത്. അവരുടെ കണ്ണുകൾ പിശാച് അന്ധമാക്കി. അവരതുകൊണ്ട് പ്രകാശത്തെ കാണുന്നില്ല, ഇരുട്ടിനെയാണ് കാണുന്നത്, ഇരുട്ടിൻ്റെ വചനത്തെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് സ്നേഹമുള്ളവരെ ഈശോ പറയുന്നത്, അവരറിയുന്നില്ല, ഞാൻ ആരാണെന്ന് അവരറിയുന്നില്ല. അതിനാൽ അവരറിയാതെയാണ് ചെയ്യുന്നത്.
പിതാവേ അവരോട് ക്ഷമിക്കണമേ എന്ന്. സ്നേഹമുള്ളവരെ, ആ കുരിശിന് അഭിമുഖമായി നിന്നിരുന്ന ശതാധിപൻ, ഈ ക്രൂരമർദ്ദനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്തിരുന്ന ശതാധിപൻ, ആ ശതാധിപൻ തൊട്ടടുത്ത് തന്നെ നിൽക്കുകയാണ്, കുരിശിന് അഭിമുഖമായിട്ട് നിൽക്കുകയാണ്. ആ ശതാധിപൻ അവിടെ കേൾക്കുന്ന വചനം ഇതാണ്. അവൻ പറയുന്നത്, അതെ, അവരറിയാതെ ചെയ്തതാണ്, അവർക്ക് മാപ്പ് കൊടുക്കണമേ പിതാവേ എന്നാണ്. ഈ വചനം ആ ശതാധിപൻ കേട്ടപ്പോൾ അവൻ മാനസാന്തരപ്പെടുകയാണ്. അവൻ അവിടെ തന്നെ മുട്ടുകുത്തി. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിലെ 15-ാം അധ്യായത്തിൽ 19-ാം തിരുവചനം ഇപ്രകാരമായിരുന്നു. അവൻ പറയുകയാണ്, സത്യമായും ഇവൻ ദൈവപുത്രനായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ താഴേക്ക് കുമ്പിടുകയാണ്, യേശുവിനെ ആരാധിക്കുകയാണ്, അവന് മാനസാന്തരമുണ്ടാകുകയാണ്. സ്നേഹമുള്ളവരെ, അതേ, വേദനയുടെ സമയങ്ങളിൽ നമ്മൾ മറ്റുള്ളവരെ ദ്രോഹിക്കുമ്പോൾ നമുക്ക് അടക്കാൻ വയ്യാത്ത അമർഷവും പ്രതികാരവും ഒക്കെ അവരോട് തോന്നാം. എന്നാൽ യേശുവിനെ കണ്ടുകൊണ്ട്, യേശുവിൻ്റെ പ്രാർത്ഥന കണ്ടുകൊണ്ട്, യേശുവിൻ്റെ കുരിശ് കണ്ടുകൊണ്ട് നമ്മൾ അവരോട് ക്ഷമിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെയൊക്കെ അതേ അത്ഭുതം നടക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അവിടെയൊക്കെ നമ്മൾ സ്വർഗീയ പിതാവിൻ്റെ മക്കളായി തീരുന്നു എന്നതാണ് സത്യം. സ്നേഹമുള്ളവരെ, എൻ്റെ ഓർമ്മയിൽ വരുന്ന ഒരു സംഭവമുണ്ട്. ഞാൻ മയിലാടുംതുറയിലെ തമിഴ്നാട്ടിലൊരു സ്ഥലമാണ്. അവിടെ ആയിരുന്നപ്പോൾ ഞാനിങ്ങനെ ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുകയാണ് ബസ്സിന് വേണ്ടി. അങ്ങനെ ഞാൻ കാത്തു നിൽക്കുമ്പോൾ ഒരാൾ ഒരു ട്രൈസൈക്കിള്, 3 വീലുള്ള ഒരു സൈക്കിളും ഇങ്ങനെ കയ്യിൽ ആ പെഡലും ചുറ്റിച്ചുകൊണ്ട് ഇങ്ങനെ വരികയാണ്. അദ്ദേഹത്തിൻ്റെ കാലിന് സ്വാധീനമില്ല. അപ്പോൾ അങ്ങനെ വന്നുകൊണ്ട് കുറച്ച് ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ, അപ്പോൾ ഈ ബസ് സ്റ്റോപ്പിൻ്റെ ഓപ്പോസിറ്റ് ദേവാലയമുണ്ട്. ആ ദേവാലയത്തിൻ്റെ മുന്നിലേക്ക് ഈ ട്രൈസൈക്കിൾ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ട് അദ്ദേഹം ഒത്തിരി നേരം പ്രാർത്ഥിക്കുന്നത് കണ്ടു. അപ്പോൾ എനിക്ക് കൗതുകമായി. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, നിങ്ങൾ കുറേ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, എന്താണ് നിങ്ങൾക്ക് തമ്പുരാൻ തന്ന അനുഗ്രഹം എന്താണ്? നിങ്ങളുടെ കാലുകൾക്ക് സ്വാധീനമില്ല, വളരെ ബുദ്ധിമുട്ടാണ്, എന്തിനാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഇത്രയും? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ജീവൻ നൽകിയത് എൻ്റെ തമ്പുരാനാണ്. ഞാൻ ഇന്ന് ഇങ്ങനെ നിൽക്കുന്നത് എൻ്റെ ഈ തമ്പുരാനാണ്. ഞാനൊരു ഹൈന്ദവനായിരുന്നു ബ്രദറെ. പിന്നീട് അദ്ദേഹത്തിൻ്റെ ചരിത്രം അദ്ദേഹം പങ്കുവയ്ക്കുകയാണ്. സ്നേഹമുള്ളവരെ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു വലിയ സംഭവം നടന്നു. അദ്ദേഹം നന്നായി സുഖമായിട്ട് വലിയ കുഴപ്പമില്ലാതെ ഒരു 2 സെൻറ്റ് സ്ഥലത്ത് താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കാലിന് സ്വാധീനം ഇല്ലാതെയായി. സ്ട്രോക്ക് വന്ന് കാലിന് സ്വാധീനമില്ലാതെയായി. പിന്നീട് മക്കളെ എന്നാലും അദ്ദേഹം ഇഡ്ഡലിയൊക്കെ അദ്ദേഹം പുറത്ത് കൊണ്ടുപോയി വിറ്റ് പൈസ ഉണ്ടാക്കി മക്കളെയൊക്കെ വളർത്തി പഠിപ്പിച്ച് വലുതാക്കി. അപ്പോൾ മൂത്ത മകൻ വർക്ക്ഷോപ്പിൽ ജോലി കിട്ടി. അങ്ങനെ ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം സന്തോഷിച്ചു. പിന്നീട് അവൻ്റെ കല്യാണം നടത്താമെന്ന് വിചാരിച്ചു. അങ്ങനെ കല്യാണം നടത്താനായിട്ട് പൈസയ്ക്ക് വേണ്ടി അവരുടെ ആധാരം, ആ 2 സെൻറ്റുള്ള ആ വീടിൻ്റെ ആധാരം കൊണ്ടുപോയി ബാങ്കിൽ കൊണ്ടുപോയി പണയം വെച്ചു കല്യാണമൊക്കെ നടത്തി. എന്നാൽ ഈ സഹോദരി വീട്ടിൽ വന്ന് കയറി 1 മാസത്തിനുള്ളിൽ തന്നെ അവിടെ കലഹമായി, പ്രശ്നങ്ങളായി. ആ സഹോദരി പല സ്വാർത്ഥ കാര്യങ്ങൾ കൊണ്ടും വലിയ സുഖേച്ഛകൾ കൊണ്ടും പല കാര്യങ്ങൾ കൊണ്ടും ഭർത്താവിനെ ആ വീട്ടിൽ നിന്ന് അടർത്തിയെടുക്കുവാനായിട്ട് പരിശ്രമിച്ചു. അങ്ങനെ പല വഴക്കുകളും അവിടെ ഉണ്ടായി. അങ്ങനെ ഈ മകനും മൂത്ത മകനും ആ ഭാര്യയും കൂടി മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്, വേറെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവരാകെ വിഷമിച്ചു പോയി. കാരണം ഇവർക്ക് പൈസ അടയ്ക്കാനായിട്ട് ബാങ്കിൽ നിന്ന് അവർക്ക് നോട്ടീസ് വരും, അവർക്ക് പൈസ അടയ്ക്കണം. വലിയ ബുദ്ധിമുട്ടാണ്. ഇവർക്ക് കാലിന് സ്വാധീനമില്ലാത്ത വ്യക്തിയാണ്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കാണെങ്കിൽ 65 വയസ്സായി, ഇദ്ദേഹത്തിന് 70 വയസ്സോളം ഉണ്ട്. എന്തു ചെയ്യും? എങ്കിലും ഭാര്യ പറഞ്ഞു, ഞാൻ വെളുപ്പിന് 4 മണിക്ക് എഴുന്നേറ്റ് നിന്ന് ഇഡ്ഡലി ഉണ്ടാക്കി തരാം.
നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കുക, ഇത് കൊടുത്ത് നമുക്ക് ജീവിക്കാം. അങ്ങനെ അവർ കഷ്ടപ്പെട്ട് അദ്ദേഹം ജീവിച്ചു കൊണ്ടിരിക്കുക. ഈ ഇഡ്ഡലി കൊടുത്ത് അദ്ദേഹത്തിൻ്റെ ഇഡ്ഡലിക്ക് സ്വാദ് ഏറെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ആളുകളൊക്കെ ഒത്തിരി വാങ്ങുമായിരുന്നു. അങ്ങനെ ആ കുടുംബം അങ്ങനെ ജീവിച്ചു പോകുന്ന സമയത്താണ് ബാങ്കിൽ നിന്ന് 3 പ്രാവശ്യം പൈസ അടയ്ക്കാത്തത് കൊണ്ട് ജപ്തിക്ക് നോട്ടീസ് വന്നു. അപ്പോൾ ഈ ആധാരം അവരുടെ കയ്യിലാണല്ലോ, എന്തു ചെയ്യും? വേറെ വഴിയില്ല, വീട് വിറ്റ് പോകണം. അങ്ങനെ വന്നപ്പോൾ തകർന്ന ഹൃദയവുമായിട്ട് അദ്ദേഹം പോകുമ്പോൾ ഈ ദേവാലയത്തിൻ്റെ മുമ്പിലേക്ക് അദ്ദേഹം പോകുകയാണ്. ആ സമയത്ത് അവിടെ ഒരു ഇടവക വികാരി അച്ഛനുണ്ടായിരുന്നു. അദ്ദേഹത്തെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താണ്, സുഖമാണോ എന്ന് ചോദിച്ചതാണ്. അപ്പോൾ അദ്ദേഹം പൊട്ടിക്കരഞ്ഞു പോയി. അദ്ദേഹത്തിൻ്റെ സംഭവങ്ങളെല്ലാം, ജീവിതമെല്ലാം ആ വികാരി അച്ഛനോട് പറഞ്ഞു. ആ ഹൈന്ദവനെ അച്ഛൻ പറഞ്ഞു, വരൂ, പള്ളിയിലേക്ക് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കൊണ്ടുപോയി ആ സൈക്കിളോടെ അദ്ദേഹത്തിനെ കയറ്റി അദ്ദേഹത്തിന് ഈശോയുടെ ആ കുരിശ് കാണിച്ചുകൊണ്ട് പറഞ്ഞു, അതെ, അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവനൊരു പാപവും ചെയ്തിട്ടില്ല. അവൻ നിന്ദിച്ചപ്പോൾ അവൻ പകരം നിന്ദിച്ചില്ല, ഭീഷണിപ്പെടുത്തിയപ്പോൾ പകരം ഭീഷണിപ്പെടുത്തിയില്ല, പീഡനമേറ്റപ്പോഴും അവൻ അനങ്ങാതെ നിന്നു. നീതിയോടെ വിധിക്കുന്നവന് മുഴുവനായിട്ടും ഭാരമേൽപ്പിക്കുക ചെയ്തേ. എന്നിട്ട് അവൻ പറയുകയാണ്, ആ കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞത്, അവരറിയാതെ ചെയ്തതാ, അവരോട് ക്ഷമിക്കണമേ എന്ന പ്രാർത്ഥനയാണ് ആ കുരിശു രൂപത്തിൽ നിന്ന് യേശു നടത്തിയത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുക്കുകയാണ്. സ്നേഹമുള്ളവരെ, അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ അടർന്ന് വീണു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് മകനോട് ഭയങ്കര ദേഷ്യമാണ്, പ്രതികാരമാണ്. കാരണം ഞങ്ങളെയൊക്കെ ഇങ്ങനെയൊക്കെ അവസ്ഥയിലാക്കിക്കൊണ്ട് അവൻ പോയല്ലോ, അവൻ്റെ ഭാര്യയുടെ വാക്ക് കേട്ട് അവൻ പോയല്ലോ, ഞങ്ങൾക്ക് ഇനി ആരുമില്ലല്ലോ, ഞാൻ ഇത്രയും നാളെ ഞാൻ പ്രതികാരത്തിലാണ്, ദേഷ്യത്തിലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, അതെ, ഈശോ പറയുന്നു ക്ഷമിക്കുവാനായിട്ട്, ക്ഷമിച്ചവൻ സ്നേഹിക്കുവാനായിട്ട് യേശു പറയുകയാണ്. ഈശോ പറഞ്ഞതുപോലെ നിങ്ങൾ പ്രാർത്ഥിക്കുക, യേശുവിൻ്റെ ക്രൂശ് കണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക, അപ്പോൾ നിങ്ങൾക്ക് ക്ഷമിക്കാൻ സാധിക്കും. അവരറിയാതെ ചെയ്തതാ, അവരോട് ക്ഷമിക്കണമേ പിതാവേ. പിന്നീട് അദ്ദേഹം അവിടെ നിന്ന് പോയത് ഒരു പുതിയ മനുഷ്യനായിട്ടാണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ മകനോടുള്ള എല്ലാ വിരോധവും ഇവിടെ തീർന്നു പോയി, എല്ലാ വിഷമതകളും വഴക്കും വൈരാഗ്യവും പ്രതികാരവും ഒക്കെ ഇവിടെ തീർന്നു പോയി. ഞാൻ എൻ്റെ മകനെ സ്നേഹിക്കുന്നു, എൻ്റെ മകന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും ദിവസവും, അവൻ നന്നായി വരുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. ഇനി ഒരാളോടും അവനെപ്പറ്റി യാതൊരു കുറ്റവും ഞാൻ പറയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് മുതൽ ആ കുടുംബം, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒക്കെ അവന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, ദിവസവും പ്രാർത്ഥിക്കും. സ്നേഹമുള്ളവരെ, ഒരു 28 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം പറയുകയാണ്, മകനും മകൻ്റെ ഭാര്യയും തിരിച്ചു വരികയാണ്. മകനും മകൻ്റെ ഭാര്യയും തിരിച്ചു വന്നിട്ട് അപ്പൻ്റെ കാൽ കീഴിൽ ആ മകൻ വീഴുന്നു, അമ്മയുടെ കാൽ കീഴിൽ ആ സഹോദരി വീഴുന്നു. അവർ മാപ്പിന് വേണ്ടി യാചിക്കുക, കണ്ണുനീരൊഴുക്കുക. അങ്ങനെ ആ കുടുംബം ഒരു സ്വർഗീയ കുടുംബമായി മാറി. ഇന്ന് വളരെ സന്തോഷത്തിലാണ് അദ്ദേഹം ആ വഴി പോകുമ്പോഴൊക്കെ ഇവിടെ വന്നിട്ട് അവിടെ നന്ദി പറഞ്ഞ് ഒരു 10 മിനിറ്റ് നിൽക്കും. എൻ്റെ കുടുംബത്തെ എന്നെ രക്ഷിച്ച ഈശോനെ തമ്പുരാന് നന്ദി, ക്രൂശിത രൂപത്തിന്, ക്രൂശിതനായ യേശുവിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ നിൽക്കും. സഹോദര, ഇതാണ് സംഭവിച്ചത്. പക്ഷേ ഞാൻ അന്ന് പ്രതികാരത്തോടെ തന്നെ ജീവിച്ചിരുന്നെങ്കിൽ, വൈരാഗ്യത്തോടെ തന്നെ ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ തന്നെ നശിക്കുമായിരുന്നു, ഞങ്ങൾ കുടുംബം നശിക്കുമായിരുന്നു, എല്ലാം പോകുമായിരുന്നു. എന്നാൽ ആ വികാരി അച്ഛൻ ഒരു ദൈവദൂതനെ പോലെ എനിക്ക് യേശുവിനെ പറ്റി പറഞ്ഞു തന്നു, യേശുവിൻ്റെ വചനം പറഞ്ഞു തന്നു. അത് എൻ്റെ ഹൃദയത്തിൽ ആഴമായി പതിഞ്ഞു. അതാണ് ഞാൻ പ്രാവർത്തികമാക്കിയത്. സ്നേഹമുള്ളവരെ, അതെ, പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നത് എന്തെന്ന് അവരറിയുന്നില്ല. സ്നേഹമുള്ളവരെ, നമുക്കറിയാമല്ലോ, ഈ പ്രാർത്ഥന, യേശുവിൻ്റെ ഈ പ്രാർത്ഥനയാണ് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 7-ാം അധ്യായത്തിൽ 54 മുതൽ 60 വരെയുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. സ്തെഫാനോസ് പ്രാർത്ഥിക്കുന്നത് ഇപ്രകാരം തന്നെയാണ്.
അദ്ദേഹത്തിനെ കല്ലുകൾ എറിഞ്ഞ് കൊല്ലുകയാണ്. എന്തിനു വേണ്ടി? പറഞ്ഞു, യേശുവാണ് ദൈവപുത്രൻ. ആ യേശുവിനെ നിങ്ങൾ കല്ലെറിഞ്ഞ് നിങ്ങൾ കുരിശിൽ തറച്ച് നിങ്ങൾ കൊന്നു. നിങ്ങൾ യേശുവിനെ അത്ര നീചമായ രീതിയിൽ യേശുവിനെ നിങ്ങൾ വധിച്ചു. നിങ്ങൾ ചെയ്തത് തെറ്റാണ്. അതുകൊണ്ട് യേശുവാണ് ദൈവത്തിൻ്റെ പുത്രൻ, യേശുവാണ് രക്ഷകൻ. ആകാശത്തിനും ഭൂമിയുടെ നടുവിൽ രക്ഷയ്ക്കായിട്ടുള്ള ഒരു നാമമാണ് യേശു എന്ന നാമം എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് സഹിക്കാൻ സാധിച്ചില്ല. അവർ കോപക്രാന്തരായി വന്ന് അവർ കല്ലുകളെടുത്ത് അദ്ദേഹത്തെ എറിഞ്ഞു കൊല്ലുകയാണ്. ആ സമയത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, അദ്ദേഹം സ്വർഗത്തിലേക്ക്, ആകാശത്തിലേക്ക് അദ്ദേഹം കരങ്ങൾ ഉയർത്തിക്കൊണ്ട്, കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഇപ്രകാരമാണ്: പിതാവേ, ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുതേ. അദ്ദേഹത്തിൻ്റെ കല്ലുകൾ കൊണ്ട് ശരീരമാകെ മുറിഞ്ഞ് വേദനിക്കുന്നുണ്ട്, ചോര വലിക്കുന്നുണ്ട്. പക്ഷേ ഇതിലേക്കൊന്നും അദ്ദേഹം നോക്കുന്നില്ല. അദ്ദേഹം നോക്കുന്നത് ദൈവത്തിലേക്കാണ്. നാം വായിക്കുന്നുണ്ട്, അവിടെ സ്വർഗം തുറന്നിരിക്കുന്നതും അവിടെ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുന്നതും നമ്മൾ വായിക്കുന്നുണ്ട്. പിതാവിൻ്റെ വലതുഭാഗത്ത് പുത്രൻ നിൽക്കുന്നതും സ്തെഫാനോസ് കാണുകയാണ്. അങ്ങനെ കണ്ടതിന് ശേഷമാണ് അദ്ദേഹം മരണത്തിലേക്ക് നീങ്ങുന്നത്. സ്നേഹമുള്ളവരെ, എന്തൊരു വലിയ സൗഭാഗ്യമായ മരണമാണ്! സ്വർഗത്തിൻ്റെ മഹത്വം ദർശിക്കുക, ദൈവപിതാവിനെ ദർശിക്കുക, അത് പുത്രൻ നിൽക്കുന്നതായിട്ട് കാണുക, ഇത്രയും വലിയ കാര്യമാണ്. അതെ, പിതാവേ, കുറ്റം അവരുടെ മേൽ ആരോപിക്കരുതേ എന്ന പ്രാർത്ഥന, യേശുവിൻ്റെ പ്രാർത്ഥനയാണ് ഇവിടെ ഉരുവിടുന്നത്. നമുക്കറിയാമല്ലോ, മരിയ ഗുരുവത്തിയെ എടുക്കുമ്പോൾ, മരിയ ഗുരുവത്തി 1902 ജൂലൈ 5 ആണ് അവൾക്ക് കത്തിക്കുത്തേൽക്കുന്നത്. അലക്സാണ്ടർ എന്ന് പറയുന്ന ഒരു യുവാവിൽ നിന്ന്, ഒരു ധനികനായ യുവാവിൽ നിന്ന്, അവരുടെ അടുത്തുള്ള അവരുടെ വീട്ടിൽ തന്നെ, ചെറിയൊരു വീട്ടിൽ, ചായ്പയിലാണ് ഇവർ താമസിക്കുന്നത്. വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ് ഇവർ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ധനികനായ ആ പണക്കാരൻ്റെ മകന് അലക്സാണ്ടറിന് മരിയ ഗുരുവത്തിയെ പാപത്തിന് പ്രേരിപ്പിക്കണം, അവൻ്റെ കാര്യം സാധിക്കണം. അതിനുവേണ്ടി പരിശ്രമിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ പാപം ചെയ്യുകയില്ല എന്ന് പറഞ്ഞു. അവൻ പല പ്രാവശ്യം അവളെ കുത്തി. അങ്ങനെ അവൾ വേദന കൊണ്ട് പിടയുകയാണ്. ആശുപത്രിയിൽ ആക്കുകയാണ്. ജൂലൈ 5 അവൾ പറഞ്ഞു, വൈദികനെ കൊണ്ടുവരിക. ആ വൈദികനോട് അവൾ പറയുന്നത് ഇപ്രകാരമാണ്. അവൾ പറയുന്നത്, ഞാൻ അലക്സാണ്ടറോട് ക്ഷമിക്കുന്നു, അവൻ മാനസാന്തരപ്പെടുക തന്നെ വേണം, അവനെ എനിക്ക് സ്വർഗത്തിൽ കാണണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ പിറ്റേ ദിവസം ജൂലൈ 6 അവൾ മരണപ്പെടുന്നത്. ജൂലൈ 6 മരിയ ഗുരുവത്തിയുടെ തിരുനാൾ നമ്മൾ കൊണ്ടാടുന്നത്. നമുക്കറിയാമല്ലോ, അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ ജോൺ പോൾ II മാർപ്പാപ്പ, അദ്ദേഹത്തെ ആ തുർക്കിയെ ഒരു ഭീകരൻ അദ്ദേഹത്തെ വെടിവെച്ചപ്പോൾ, അലി അഗുക്ക എന്ന് പറഞ്ഞ ഭീകരൻ വെടിവെച്ചപ്പോൾ 2 വെടിയുണ്ട ചെസ്റ്റിൽ കൊണ്ടു. അദ്ദേഹം അവിടെ ഇരുന്നു കൊണ്ട് മാതാവിനോട് പ്രാർത്ഥിച്ചു. അതിനുശേഷം അത്ഭുതകരമായിട്ട് എല്ലാവരും പ്രാർത്ഥനയാലും മാർപ്പാപ്പ ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം മാർപ്പാപ്പ ജയിലിൽ പോയിട്ട് ഈ കൊലയാളിയെ കാണുകയാണ്. അവന് മാപ്പ് കൊടുക്കുകയാണ്. അവൻ കണ്ണുനീരോടെ മാർപ്പാപ്പയുടെ കാലുകളിൽ വീഴുകയാണ്. സ്നേഹമുള്ളവരെ, നമുക്കറിയാം, ഗ്രഹാം സ്റ്റെയിൻസ് ഒറീസയിലെ കുഷ്ഠരോഗികൾക്ക് ഒക്കെ സേവനം ചെയ്യുന്നതാണ് അവരുടെ കുടുംബം. ഓസ്ട്രേലിയയിൽ നിന്നും മിഷണറിയാണ് അവൻ. അദ്ദേഹത്തിൻ്റെ കുടുംബം ഗ്ലാഡിസ് 2 മക്കളായിട്ട് താമസിക്കുക. കുഷ്ഠരോഗികൾക്കൊക്കെ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് ജോലി ചെയ്തിരുന്നതാണ്. മരുന്നുകൾ കൊടുക്കുകയും നോക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നവരാണ്. ധാരാ സിംഗ് എന്ന് പറഞ്ഞ ഒരു ഭീകരൻ, ബജ്രംഗ് ദളിൻ്റെ ഒരു സൈനികൻ, നമുക്കറിയാവുന്ന പോലെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് ജീവനോടെ കത്തിച്ച് കളഞ്ഞു ഗ്രഹാം സ്റ്റെയിൻസിനെയും 2 മക്കളെയും. ഗ്ലാഡിസും വേറെ പെൺകുട്ടിയും അതിൽ നിന്ന് രക്ഷപ്പെട്ടു. സ്നേഹമുള്ളവരെ, ആ സംഭവം നടന്ന് 1999 അന്ന് എല്ലാവരും ഞെട്ടിപ്പോയി.
പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യ ടി വിയിൽ മീഡിയയോട് പറഞ്ഞ കാര്യമാണ് ഏറെ ഞെട്ടിച്ചത്. ആ ഗ്ലാഡിസ് പറഞ്ഞു, ഞാൻ എൻ്റെ ഭർത്താവിനെയും 2 പിഞ്ചു കുട്ടികളെയും കൊന്ന ആ ഘാതകനോട് ഞാൻ ക്ഷമിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം അവനിൽ സ്പർശിക്കട്ടെ എന്ന് പറഞ്ഞു. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ കുരിശിലെ ആ സ്നേഹമാണ് ഇവരൊക്കെ പ്രകടിപ്പിക്കുന്നത്. സിസ്റ്റർ റാണി മരിയയുടെ ഘാതകൻ നമുക്കറിയാം, സമന്തർ സിംഗ്. അതെ, നമുക്കറിയാവുന്നതാണ്. ആ സഹോദരിമാർ, റാണി മരിയയുടെ സഹോദരിമാർ അവരോട് ക്ഷമിച്ചു. അവരുടെ വീട്ടുകാർ, റാണി മരിയയുടെ വീട്ടുകാർ ഈ കൊലയാളിയോട് ക്ഷമിച്ചപ്പോൾ അവനിൽ മാനസാന്തരമുണ്ടായി. അവനും അതേ ദൈവത്തെ കണ്ടുകൊണ്ട് ക്രിസ്തുവിനെ ദർശിച്ചുകൊണ്ട് അവനും ജീവിക്കുകയാണ്. സ്നേഹമുള്ളവരെ, അത്ഭുതങ്ങൾ നടക്കുകയാണ്. അതെ പിതാവേ, അവർ ചെയ്യുന്നത് എന്തെന്ന് അവരറിയുന്നില്ല, അവരോട് ക്ഷമിക്കണമേ. സ്നേഹമുള്ളവരെ, അതിനാൽ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ നമ്മെ ദ്രോഹിക്കുമ്പോൾ, നമ്മെ വേദനിപ്പിക്കുമ്പോൾ, പീഡിപ്പിക്കുമ്പോൾ ഒക്കെ നമ്മൾ ക്ഷമിക്കുവാൻ, സഹിക്കുവാൻ, സ്നേഹിക്കുവാൻ നമ്മൾ പഠിക്കണമെന്നാണ് യേശു നമ്മോട് പറയുന്നത്. 1 പത്രോസ് 2:19 പറയുന്നുണ്ട്, അന്യായമായി പീഡകൾ സഹിക്കേണ്ടി വരുമ്പോൾ അത് നമ്മൾ ക്ഷമാപൂർവം സഹിച്ചാൽ അത് അനുഗ്രഹത്തിന് കാരണമാക്കും. അതെ, 1 പത്രോസ് 3:9 പറയുന്നുണ്ട്, തിന്മയ്ക്ക് പകരം തിന്മയോ നിന്ദനത്തിന് പകരം നിന്ദനമോ ചെയ്യാതെ അവരെ അനുഗ്രഹിക്കുവിൻ, അപ്പോൾ അനുഗ്രഹത്തിന് നമ്മൾ അവകാശികളായി നമ്മൾ മാറും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് പത്രോസ്ലീഹ നമ്മോട് പറയുന്ന പ്രകാരമാണ്, ക്രിസ്തു നമുക്ക് വേണ്ടി സഹിക്കുകയും നമ്മൾ അനുകരിക്കുന്നതിന് വേണ്ടി നമുക്കൊരു മാതൃക നമുക്ക് നൽകുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ആ യേശുവിനെ കണ്ടുകൊണ്ട് മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ, അവരെ സ്നേഹിക്കുവാൻ നമുക്ക് പഠിക്കണം. ആ കുരിശിലെ പ്രാർത്ഥന, അതാണ് നമ്മുടെ മുമ്പിൽ, നമ്മുടെ ഹൃദയത്തിൽ വരേണ്ടത്. അവരറിയാതെ ചെയ്തതാണ്, അവരോട് ക്ഷമിക്കണമേ. എത്ര വലിയ ഭീകരനായാലും, നമ്മെ ദ്രോഹിച്ചിട്ടുള്ള വ്യക്തിയായാലും, വേദനിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണെങ്കിലും, മുറിപ്പെടുത്തിയിട്ടുള്ള വ്യക്തിയാണെങ്കിലും, അതെ, ഈശോയുടെ ഈ പ്രാർത്ഥന നമ്മൾ ധ്യാനിച്ചാൽ നമുക്കൊക്കെ ക്ഷമിക്കുവാനുള്ള ശക്തി കിട്ടും. അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ.